നിങ്ങൾ കഴിഞ്ഞ രാത്രി എന്താണ് സ്വപ്നം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? ചിലപ്പോൾ വിചിത്രമായ കാര്യങ്ങൾ, ചിലപ്പോൾ സന്തോഷമുള്ളവ, ചിലപ്പോൾ പേടിപ്പെടുത്തുന്നവ. കണ്ണടച്ചുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ മാന്ത്രിക ലോകം. ഇന്ന് നമ്മൾ ഡൈവ് ചെയ്യുന്നത് ആ സ്വപ്നങ്ങളുടെ നിഗൂഢ ലോകത്തേക്കാണ്. നമ്മൾ എന്തിനാണ് സ്വപ്നം കാണുന്നത്? അതിന് വല്ല അർത്ഥമുണ്ടോ? എന്താണ് ഈ സ്വപ്നങ്ങൾ? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോർ റെസ്റ്റ് ചെയ്യുകയാണെന്ന് തോന്നുമെങ്കിലും അത് വളരെ ആക്റ്റീവാണ്. ഉറക്കത്തിലാണ് നമ്മൾ കൂടുതലും സ്വപ്നം കാണുന്നത്. ഈ സമയത്ത് നമ്മുടെ തലച്ചോറ് ഒരുപാട് സിഗ്നലുകൾ ഉണ്ടാക്കുന്നു. അതാണ് സ്വപ്നങ്ങളായി നമ്മൾ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളോ കേൾക്കുന്ന ശബ്ദങ്ങളോ ചിന്തകളോ ഒക്കെ സ്വപ്നത്തിൽ വന്നേക്കാം. എന്തിന് നമ്മൾ സ്വപ്നം കാണുന്നു? ചില സിദ്ധാന്തങ്ങൾ. സ്വപ്നം കാണുന്നതിന് പിന്നിൽ പല തിയറികൾ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ടവ ഇതാ. 1. ഓർമ്മകളെ ക്രോഡീകരിക്കാൻ, മെമ്മറി കോൺസോളിഡേഷൻ. പകൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവ തലച്ചോറ് ഓർമ്മകളാക്കി മാറ്റുന്നത് സ്വപ്നങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് നല്ലുറക്കം നല്ല പഠനത്തിന് സഹായിക്കുമെന്ന് പറയുന്നത്. 2. വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ, ഇമോഷണൽ പ്രോസസ്സിംഗ്. നമ്മുടെ ദിവസത്തിലെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ദേഷ്യം, സ്ട്രെസ് എന്നിവയെല്ലാം തലച്ചോറ് സ്വപ്നങ്ങളിലൂടെ പ്രോസസ്സ് ചെയ്യുന്നു. പേടി സ്വപ്നങ്ങൾ പോലും നമ്മുടെ ഉള്ളിലെ പേടികളെ പുറത്തുവിടാനുള്ള ഒരു വഴിയാവാം. 3. പ്രശ്നപരിഹാരം, ക്രിയാത്മകതയും, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ചിലപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ കിട്ടാത്ത ചില ഉത്തരങ്ങൾ സ്വപ്നത്തിൽ കിട്ടാറില്ലേ? സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തകളെ പുതിയ രീതിയിൽ ബന്ധിപ്പിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും സഹായിച്ചേക്കാം. 4. ക്ലീനിംഗ് പ്രോസസ്. ഉറങ്ങുമ്പോൾ തലച്ചോർ പകലിലെ അനാവശ്യ വിവരങ്ങളെയും ടോക്സിനുകളെയും നീക്കം ചെയ്യുകയും സ്വയം വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ടെന്നും ചില തിയറികൾ പറയുന്നു. വിവിധ തരം സ്വപ്നങ്ങൾ. ലൂസിഡ് ഡ്രീംസ്. സ്വപ്നം കാണുമ്പോൾ നമ്മൾക്കിത് സ്വപ്നമാണെന്ന് മനസ്സിലാകുന്ന അവസ്ഥ. അപ്പോൾ നമുക്ക് സ്വപ്നത്തിലെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പോലും കഴിയും. ഇത് ശരിക്കും മാട്രിക്സ് സിനിമയിലൊരു ലെവലാണ്. ആവർത്തിക്കുന്ന സ്വപ്നങ്ങൾ, റിക്കറിംഗ് ഡ്രീംസ്. ഒരേ സ്വപ്നം അല്ലെങ്കിൽ ഒരേ തീം വീണ്ടും വീണ്ടും കാണുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലെ പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങളുടെ സൂചനയാകാം. സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. പക്ഷെ പല സംസ്കാരങ്ങളിലും സ്വപ്നങ്ങൾക്ക് പ്രവചന സ്വഭാവമോ അർത്ഥമോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫ്രോയിഡിനെ പോലുള്ള മനഃശാസ്ത്രജ്ഞർ സ്വപ്നങ്ങളെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെയും ഭയങ്ങളുടെയും പ്രതിഫലനമായി കണ്ടിരുന്നു. സിനിമകളിൽ സ്വപ്നങ്ങൾ. ഇൻസെപ്ഷൻ എന്ന സിനിമ സ്വപ്നലോകങ്ങളെക്കുറിച്ച് ഒരു മാസ്റ്റർ പീസാണ്. സ്വപ്നത്തിനുള്ളിലെ സ്വപ്നങ്ങളും സ്വപ്നം നിയന്ത്രിക്കുന്നതും ഒക്കെ എത്ര മനോഹരമായാണ് അതിൽ കാണിക്കുന്നത്. വാനില സ്കൈ, എറ്റേണൽ സൺഷൈൻ ഓഫ് ദ മൈൻഡ് പോലുള്ള സിനിമകളും സ്വപ്നങ്ങളെയും ഓർമ്മകളെയും ചുറ്റിപ്പറ്റി കഥ പറയുന്നു. സ്വപ്നം എന്നത് സിനിമകൾക്ക് എന്നും ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോ ഗൈസ്, ഈ സ്വപ്നലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ? നിങ്ങൾ കണ്ട ഏറ്റവും വിചിത്രമായ സ്വപ്നം ഏതായിരുന്നു? നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീംസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ട്യൂൺ ഇൻ ചെയ്യുക.